വളരെയധികം സന്തോഷമുണ്ട് വീണ്ടും ഈ ആഗോള വൈദിക സമ്മേളനത്തിൽ സംബന്ധിക്കുവാൻ ഇടയായത്. ഏതാണ്ട് 1000-ലധികം വൈദികർ സ്ഥലത്തും ഓൺലൈനായിട്ടുമെല്ലാമായി ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുവെന്നുള്ളത് വൈദിക സംഘത്തിൻ്റെ വളർച്ചയുടെ ഒരു നാഴികക്കല്ലായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ അതിൻ്റെ പ്രസിഡൻറ്റിനെയും സെക്രട്ടറിമാരെയും മറ്റ് സംഘാടകരെയുമൊക്കെ ആദ്യമായി അനുമോദിക്കുകയാണ്. നമുക്ക് 3 വർഷത്തിലൊരിക്കൽ കൂടി വരുവാൻ സാധിക്കുമ്പോൾ വിവിധങ്ങളായിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുവാനും അതിലുപരി സഭയുടെ വിവിധ ഭാഗങ്ങളിലായി നിൽക്കുന്ന നമുക്ക് ഒരുമിച്ച് കാണുവാനും നമ്മുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിനും സാധിക്കുന്ന ഒരവസരം എന്നുള്ളത് നിശ്ചയമായിട്ടും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അഭിമാനകരമായി നിൽക്കുന്ന അടിസ്ഥാന ഘടകമാണ് വൈദികർ എന്നുള്ളത് നമുക്കറിയാം. വൈദികരെല്ലാവരും തന്നെ സഭയുടെ നട്ടെല്ലാണ്, സഭയുടെ നാഡീവ്യൂഹമാണ് എന്ന് അഭിമന്യ അധ്യക്ഷൻ തിരുമേനി നമ്മെ ഓർമ്മിപ്പിച്ചു. നാഡീവ്യൂഹമെന്ന് പറയുമ്പോൾ എല്ലാ അവയവങ്ങളെയും ചലിപ്പിക്കുന്നത് മാത്രമല്ല, എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തന ശൈലികളെ നിയന്ത്രിക്കുന്നതും കൂടെയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ പൗലോസ്ലീഹ മുതൽ ഇങ്ങോട്ട് സഭയുടെ വേദശാസ്ത്രജ്ഞന്മാരെല്ലാവരും തന്നെ സഭയെന്നത് കർത്താവിന് പ്രത്യേകമായ ചില അവതരണ ശൈലികൾ വരുന്നത്. അങ്ങനെയുള്ള അവതരണ ശൈലികൾ നമ്മുടേതായി കൊണ്ടുപോകാൻ നമുക്ക് അവകാശമില്ല. ശരീരത്തിലെ എല്ലാ അവയവങ്ങളോടും നീതി പുലർത്തിക്കൊണ്ട് മാത്രമേ ശരീരത്തിലെ ഒരു വിരലിനോ കണ്ണിനോ തലയ്ക്കോ കൈക്കോ കാലിനോ പ്രവർത്തിക്കാനൊക്കെ. അതല്ലാതെ അതിൽ നിന്ന് വേറിട്ട് പ്രവർത്തിക്കാൻ അതിന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ടത്, പൗരോഹിത്യമെന്ന് പറയുന്നത് ഒരു ആജീവനാന്ത യാഗ ജീവിതമാണ്. an everlasting liturgical or sacrificial life. അങ്ങനെയുള്ളതാണ് പൗരോഹിത്യമെന്ന് പറയുന്നത്. അതല്ലാതെ അത് നമുക്ക് സ്വന്തമായി പ്രവർത്തിക്കാനുള്ള, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്ന ഒരു അവതരണ ശൈലിയായിട്ട്, അല്ലെങ്കിൽ അവതരണത്തിൻ്റെ ഒരു ആവിഷ്കാരമായിട്ട് മാറുന്നതല്ല സഭയെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ വലിയ നമസ്കാര പുസ്തകത്തിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ദീർഘമായ ഒരു പ്രാർത്ഥനയുണ്ട്, സഭയിലെല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന. അതിനുശേഷം പട്ടക്കാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. ഇതൊക്കെ നമ്മൾ പലരും വായിക്കുന്നതാണ്, അറിയുന്നതാണ്. പക്ഷേ അതെപ്പോഴും ഓർത്തിരിക്കേണ്ടത് ഇതെല്ലാവരും പ്രാർത്ഥിക്കാനുള്ളതാണ്. സഭയെന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂടി ചേർന്നാണ്. പട്ടക്കാരെന്ന് പറയുന്നത് ഒറ്റയ്ക്കല്ല, നാം എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും പട്ടക്കാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും എല്ലാ പട്ടക്കാരും എന്നും ഒരു പ്രാവശ്യമെങ്കിലും അത് പ്രാർത്ഥിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മുടെ ഒരു ഇൻ്റർ ഡിപ്പെൻഡൻസിനാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ഇൻ്റർ റിലേറ്റഡായിരിക്കുന്ന പൗരോഹിത്യ ശുശ്രൂഷയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മുടെ അവതരണങ്ങൾ, അല്ലെങ്കിൽ തനതായ അവതരണങ്ങൾ മാത്രമല്ല, എല്ലാം നമുക്ക് സഭയുമായി ഇഴുകിച്ചേർന്നുള്ളതല്ലാതിരിക്കുമ്പോൾ നാം അതിൽ നിന്ന്
വ്യത്യസ്തമായി പോകും. സാധാരണ നമുക്കറിയാം, ഒരു ഫാക്ടറിയിൽ ഏതെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന സമയത്ത് അതിൻ്റെ ആ കോമ്പിനേഷനിൽ ഉൾപ്പെടാത്തതായ, കോമ്പിനേഷനിൽ ഒരുമിച്ച് ചേരുന്നില്ല എന്ന് വരുന്നതായ ഏതെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ആ ഫാക്ടറിയിൽ കറങ്ങി വരുന്നതായ സമയത്ത് അത് വെളിയിലേക്ക് തള്ളപ്പെടുമെന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് നമ്മൾ ഈ സഭയുടെ ഒരുമിച്ചുള്ളതായിരിക്കുന്ന പ്രവർത്തനത്തിൽ നാം ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കണം. നാം വ്യത്യസ്തരല്ല, നമ്മൾ പരസ്പരം റിലേറ്റഡാണ്, ഡിപ്പെൻഡാണ് എന്നുള്ളതായ ബോധ്യം നമുക്കെപ്പോഴും ഉണ്ടാകണം. ഞാൻ തന്നെ ആയിട്ടല്ല. അതുകൊണ്ട് എനിക്ക് സഭയുടെ സമഗ്രമായിരിക്കുന്ന വളർച്ചയിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിച്ച് എൻ്റേതായ രീതിയിലേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം സഭയിലില്ല. സഭയ്ക്ക് അതിൻ്റേതായിരിക്കുന്ന ഒരു ശൈലിയുണ്ട്, അതിൻ്റേതായിരിക്കുന്ന പ്രവർത്തന രീതിയുണ്ട്, അല്ലെങ്കിൽ അതിന് പിതാക്കന്മാർ നൽകിയിട്ടുള്ള മാർഗമുണ്ട്. ആ മാർഗത്തിൽ കൂടെ മാത്രമേ നമുക്ക് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഏതെങ്കിലും വ്യത്യസ്തമായ ചിന്തകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെ ആവണം ഇങ്ങനെ ആകണമെന്നുണ്ടെങ്കിൽ അത് സഭയിൽ അതിന് അംഗീകരണം വാങ്ങിക്കണം. അതിന് സഭയിൽ വിശുദ്ധ സുന്നഹദോസുണ്ട്. വിശ്വാസ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് അവസാനമായ തീർപ്പ് കൽപ്പിക്കാനുള്ള അവകാശം വിശുദ്ധ സുന്നഹദോസിന്. ആ സുന്നഹദോസിൻ്റെ തീരുമാനത്തോടുകൂടി അംഗീകരണത്തോടുകൂടെ വേണമായിരിക്കണം നമ്മുടെ സ്വന്തമായ കാര്യങ്ങൾ അത് അംഗീകരണം പാടിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഞാൻ പറഞ്ഞത്, നമ്മളൊരു ആജീവനാന്ത ഒരു യാഗ ജീവിതമാണ് എന്നുള്ളത് പലപ്പോഴും മറന്ന് നമ്മളൊരു അവതരണ ശൈലിയിൽ ഒരു അവതരണം നടത്തുന്നതായ ഒരു ഏതാനും ആക്ടേഴ്സാണ്, അവതരണകർത്താക്കളാണ്, നാടകാവതരണ ആളുകളാണ് എന്നുള്ള രീതിയിലേക്കത് മാറി പോകാൻ പാടില്ല. കാരണം നാടകത്തിൽ അഭിനയിക്കുന്നവർക്ക് അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. ആ ഗ്രന്ഥകാരനോ അല്ലെങ്കിൽ നാടക സംവിധായകനോ ഒക്കെ പറഞ്ഞതിന് വ്യത്യസ്തമായിട്ട് ചിലപ്പോൾ അവന് അവതരിപ്പിക്കാനുള്ള കഴിവുണ്ട്. സഭയിൽ അങ്ങനെയുള്ളതായിരിക്കുന്ന രീതി വന്നു കഴിഞ്ഞാൽ അത് സഭയുടെ പാരമ്പര്യത്തിനും സഭയുടെ മുന്നോട്ടുള്ള ഗമനത്തിനും നമുക്ക് വളരെ വലിയ ഭീഷണിയാണ് എന്നുള്ളത് നാം പ്രത്യേകിച്ച് ഓർമ്മിക്കണം എന്നുള്ളതാണ് ആദ്യമായി എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനുള്ളത്. രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. രണ്ടാമത് പറയാനുള്ള ഒരു കാര്യം, സഭയുടെ ശുശ്രൂഷയിൽ എന്താണ് പുരോഹിതൻ്റെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ബൈസന്റീൻ പാരമ്പര്യത്തിൽ പ്രീച്ചിങ്, ടീച്ചിങ് ആൻഡ് ഹീലിംഗ് എന്ന് പറയുന്ന 3 വാക്കുകൾ അവർ ഉപയോഗിക്കാറുണ്ട്. പുരോഹിതൻ്റെ ശുശ്രൂഷ പ്രീച്ചിങ്, ടീച്ചിങ് ആൻഡ് ഹീലിംഗ് എന്നുള്ളതാണ്. എന്നാൽ സുറിയാനി സഭാ പാരമ്പര്യത്തിൽ ഇതിനെ എല്ലാം 2ആയിട്ട് അത് കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്കറിയാം, പഴയ കാലത്തും ട്രിക്കോട്ടമി ആൻഡ് ഡൈക്കോട്ടമി എന്ന് പറയുന്നത് നിങ്ങളൊക്കെ ക്രിസ്തുശാസ്ത്രം പഠിച്ച സമയത്ത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അരാമ്യ അല്ലെങ്കിൽ സെമിറ്റിക് പാരമ്പര്യത്തിൽ എപ്പോഴും ഡിക്കോട്ടമിയാണ് വരുന്നത്. അലക്സാണ്ട്രിയൻ ഗ്രീക്ക് പാരമ്പര്യത്തിലാണ് അത് ട്രിക്കോട്ടമി ആയിട്ട് വന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് വന്നിരിക്കുന്ന, സുറിയാനി സഭാ പാരമ്പര്യത്തിൽ നിന്ന് വന്നിരിക്കുന്ന സുറിയാനി ശുശ്രൂഷയിൽ പൗരോഹിത്യമെന്ന് പറയുമ്പോൾ അതിനെ 2ആയിട്ട് തിരിക്കുകയാണ്, 3അല്ല. 2ആയിട്ട് തിരിച്ചിട്ട് പറയുന്നത് ദഖിയോനോ ആൻഡ് നഹറോനോ എന്നാണ് പറയുന്നത്. മനഹറോനോ എന്ന് പറഞ്ഞാൽ പ്രകാശിപ്പിക്കുന്നവനെന്നാണ്. ദഖിയോനോ എന്ന് പറഞ്ഞാൽ വെടിപ്പാക്കുന്നവനാണ്. അപ്പോൾ പുരോഹിതൻ്റെ 2 ദൗത്യം, ഒന്ന് പ്രബോധനമാണ്, മനഹറോനോ ആണ്. രണ്ടാമത്തേത് ദഖിയോനോ ആണ്, ശുദ്ധീകരിക്കുന്ന ശുശ്രൂഷ, വെടിപ്പാക്കുന്ന ശുശ്രൂഷ. ആ ദഖിയോനോ എന്ന് പറയുന്നിടത്താണ് നമ്മുടെ സാക്രമെൻ്റൽ ലൈഫ് മുഴുവൻ ഇരിക്കുന്നത്. സാക്രമെൻ്റൽ, എൻ്റെ വ്യക്തിപരമായ സാക്രമെൻ്റൽ ലൈഫും ഞാൻ നിർവഹിക്കുന്ന സാക്രമെൻ്റൽ ഓഫീസസും അല്ലെങ്കിൽ സാക്രമെൻ്റൽ ശുശ്രൂഷയും എല്ലാം, മിനിസ്ട്രി എന്ന് പറയുന്നത് എല്ലാം ദഖിയോനോയിൽ പെടുന്നതാണ്. മനഹറോനോ എന്ന് പറയുന്നത് പ്രീച്ചിങ്, ടീച്ചിങ് എന്ന് പറയുന്ന എല്ലാമാണ്. അവിടെയാണ് ഇന്നത്തെ നമ്മുടെ ടീച്ചിങ്ങിൽ പ്രധാനം അല്ലെങ്കിൽ ഇന്നത്തെ വിഷയമായിട്ട് എടുത്തിരിക്കുന്നത്. മാറുന്ന ലോകത്തിലെ
പൗരോഹിത്യ ശുശ്രൂഷയുടെ സാങ്കത്യം എന്ന് പറയുന്നത്. നിശ്ചയമായിട്ടും മാറുന്ന ലോകത്തിൽ അതിനനുസരിച്ച് മാറാൻ നമുക്കൊക്കെയില്ല, മാറ്റത്തിനനുസരിച്ച് ലോകത്തിനനുസരിച്ച് മാറാനൊക്കെയില്ല. അതേസമയത്ത് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആവശ്യമായിരിക്കുന്ന ദിശാബോധം അതിന് നൽകാനുള്ള ഉത്തരവാദിത്തമാണ് നോക്കുന്നത്. ഇപ്പോൾ AI യുഗത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് അതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ കുട്ടികളോ അല്ലെങ്കിൽ നമ്മുടെ വൈദികരോ ഒന്നും അത് പ്രയോജനപ്പെടുത്തരുതെന്ന് നമുക്ക് പറയാനൊക്കെയല്ല. അത് കാലത്തിന് എതിരായുള്ള ജീവിതമായിരിക്കും. എന്നാൽ കാലത്തിന് അനുകൂലമായ ജീവിതത്തിൽ അതിനെ എങ്ങനെ നമുക്ക് ദോഷമല്ലാത്ത രീതിയിൽ, ദോഷം ആർക്കും വരാത്ത രീതിയിൽ, അതേ സമയത്ത് കൂടുതൽ എൻറിച്ചിങ് ആയിട്ട് അതിനെ പ്രയോജനപ്പെടുത്താം, സഭയ്ക്കും സമൂഹത്തിനും മനുഷ്യവർഗത്തിന് മുഴുവനും ഇന്നത്തെ പുതിയ യുഗത്തിൽ വരുന്ന വെല്ലുവിളികളെ എങ്ങനെ നമുക്ക് യോജിപ്പിച്ച് പ്രയോജനപ്പെടുത്തി കൊണ്ടുപോകാമെന്നുള്ളത് ചിന്തിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ വരുന്ന ആ പ്രയാസങ്ങളെ അതിജീവിക്കുന്നത് ഒരു നിഷേധാത്മക രീതിയിലല്ല. സയൻസിനോട് നിഷേധാത്മക രീതി ഉപയോഗിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ തെറ്റുകൾ മനസ്സിലാക്കി സയൻസിനോട് അനുകൂലമായി പ്രതികരിച്ച് സയൻസ് ഉൾക്കൊള്ളുന്നതായ കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രയോജനപ്പെടുത്താനും അതിനെ ശരിയായ രീതിയിൽ അതിനെ നയിക്കുന്നതിനുമുള്ള മാർഗദർശനങ്ങൾ പിതാക്കന്മാർ നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്നും നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഹൗ ടു യൂസ് ദി ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ സയൻസ് ടുഡേ so that it can be transform the human being, transform the human world, inhabited world എന്നുള്ളതും അത് ദൈവികമായ ഒരു ട്രാൻസ്ഫോർമേഷൻ. ആ ദൈവികമായൊരു ട്രാൻസ്ഫോർമേഷന് ഇന്നത്തെ ഡെവലപ്മെൻറ്റിനെ എങ്ങനെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ള ഒരു ചിന്തയും അതിനുള്ള പ്രവർത്തന ശൈലിയുമാണ് നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പ്രവർത്തനത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ നിശ്ചയമായിട്ടും നമ്മുടെ ദഖിയോനോ ശുശ്രൂഷയ്ക്ക് ഒരു നല്ല മാർഗം അല്ലെങ്കിൽ നല്ലൊരു അർത്ഥം വരുന്നത് മനഹറോനോ ശുശ്രൂഷയുടെ ആവിഷ്കാരത്തിൽ കൂടിയാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് അപ്രകാരം നമുക്കുള്ള പ്രവർത്തിക്കുവാനുള്ളതായ ശൈലി നമുക്ക് രൂപപ്പെടുത്തുവാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഉറങ്ങിയിരുന്നാൽ പോലെ നമ്മുടെ പഴയ കാലങ്ങളിൽ ആ തരത്തിലുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ ആരാധനയുടെ സവിശേഷതകളോ ഒന്നും കളഞ്ഞുകൊണ്ടല്ല, പക്ഷെ അതിനെ തന്നെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഹൗ ക്യാൻ ബി ട്രാൻസ്ലേറ്റ് അവർ ഹെറിഡിറ്ററി ഓർ അവർ ട്രഡീഷണൽ ways of our administration of the sacraments or other things, and how can it be made contemporary and useful for the church and the humanity altogether. ഇത് നമുക്ക് കാണുവാനുള്ളതായ കണ്ണുകളും പ്രവർത്തന ശൈലികളും ഉണ്ടാകണം. അതിന് വൈദികരുടെ ചിന്തയും വൈദിക പ്രവർത്തന ശൈലികളും രൂപപ്പെടേണ്ടത് ആവശ്യമാണ് എന്നുള്ള കാര്യവും ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.